അഭയാർത്ഥി ഒരു പ്രഭാതത്തിൽ ഉറക്കമുണർന്നപ്പോൾ തൻ്റെ രാജ്യം നഷ്ടപ്പെട്ടതായി അയാൾ അറിയുന്നില്ല. അയാൾ ഇന്നലെ വരെ ഒരു അധ്യാപകനായിരുന്നു, കർഷകനായിരുന്നു, ഡോക്ടറായിരുന്നു, വിദ്യാർത്ഥിയായിരുന്നു, വീട്ടുടമയായിരുന്നു, ഒരു കുടുംബത്തിൻ്റെ ആശ്രയമായിരുന്നു. എന്നാൽ അവനു വേണ്ടിയല്ലാത്ത യുദ്ധം അവൻ്റെ വാതിലിൽ മുട്ടുന്നു. ആദ്യം സ്കൂൾ അടയുന്നു, പിന്നെ മാർക്കറ്റ് അടയുന്നു, ശേഷം റോഡുകൾ സൈനികരുടെ നിയന്ത്രണത്തിലാകുന്നു. അവസാനം സ്വന്തം വീടിൻ്റെ ജനലിലൂടെ ഭയം അകത്തേക്ക് കടന്നപ്പോൾ അയാൾ ഒരു തീരുമാനമെടുക്കുന്നു. തൻ്റെ വീടോ മക്കളുടെ ജീവനോ. അയാൾ വീട് ഉപേക്ഷിക്കുന്നു. വർഷങ്ങളായി ശേഖരിച്ച സമ്പാദ്യവും ചുവരിൽ തൂക്കിയ കുടുംബചിത്രങ്ങളും പുസ്തകങ്ങളും ഓർമ്മകളും പിന്നിലാക്കി ഒരു ചെറിയ ബാഗുമായി അതിർത്തിയിലേക്ക് നടക്കുന്നു. ആ നിമിഷം മുതൽ അയാൾക്ക് ഒരു പുതിയ പേരു ലഭിക്കുന്നു, അഭയാർത്ഥി. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അഭയാർത്ഥി എന്നത് ഒരു വ്യക്തിയുടെ സ്വപ്നങ്ങളുടെ പേരല്ല, അത് അവനുമേൽ പതിയുന്ന നിർബന്ധത്തിൻ്റെ പേരാണ്. ഒരു കുഞ്ഞ് അഭയാർത്ഥിയായി ജനിക്കാറില്ല. ഒരമ്മ അഭയാർത്ഥിയാകണമെന്ന് ആഗ്രഹിക്കാറുമില്ല. ഒരു കുടുംബവും സ്വന്തം നാടും വീടും കല്ലറകളും ഓർമ്മകളും ഉപേക്ഷിച്ച് അന്യദേശത്തേക്ക് പോകാൻ സ്വപ്നം കാണാറില്ല. ഇന്ന് ലോകമെമ്പാടും കോടിക്കണക്കിന് മനുഷ്യർ യുദ്ധം, വർഗീയത, മതപീഡനം, രാഷ്ട്രീയ സംഘർഷങ്ങൾ എന്നിവ കാരണം സ്വന്തം നാടുകളിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നവരാണ്. അവർക്ക് ഏറ്റവും വലിയ നഷ്ടം വീടല്ല, ഞാൻ ഇവിടുത്തെ ആളാണ് എന്ന് പറയാനുള്ള അവകാശമാണ്. നമ്മൾ ജനിച്ച മണ്ണിൽ സുരക്ഷിതരായി ജീവിക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യമാണ്. എന്നാൽ അതേ അവകാശം നഷ്ടപ്പെട്ടവരെ മനുഷ്യരായി കാണുകയും അവരുടെ വേദന മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് മനുഷ്യത്വം. കാരണം ഒരു മനുഷ്യന് നഷ്ടപ്പെടാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് പണമോ സ്ഥാനമോ അല്ല, ഇതാണ് എൻ്റെ നാട് എന്ന അഭിമാനത്തോടെ പറയാനുള്ള അവകാശമാണ്. സ്വന്തം വീടും നാടും നഷ്ടപ്പെട്ട് ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിൽ സുരക്ഷിതത്വം തേടുന്ന ഓരോ മനുഷ്യനോടും നമുക്ക് ഐക്യദാർഢ്യം പുലർത്താം. ഇന്ന് ലോക അഭയാർത്ഥി ദിനം. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.